कृष्ण बलराम कृष्ण बलराम कृष्ण बलराम बोलो कृष्ण बलराम कृष्ण बलराम। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमः ओम विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, ഹരേ കൃഷ്ണ. അപ്പോ എനിക്ക് ഹരിനാമിയുടെ മഹത്വത്തിന് അതാണ് ടോപ്പിക് തന്നിട്ടുണ്ട്. അപ്പോ ശീല പ്രഭുപാദ് പറഞ്ഞു 99% of our advancement in Krishna consciousness depends upon chanting of the holy names. അപ്പോ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട് 99% നമ്മളുടെ ഭക്തിയിലെ പ്രഗതി ചെയ്യെങ്കിൽ ഈ ഒരു വിഷയം മാത്രം, നമ്മളുടെ ഹരിനാമിയുടെ ജപം അതിനെ എത്ര നമ്മൾ പ്രാധാന്യത കൊടുക്കുന്നുണ്ടോ അതിനാണ് മെയിൻ നമ്മളുടെ ഭക്തിയിലെ അഡ്വാൻസ്മെന്റ് പ്രഗതി ഡിപ്പെൻഡന്റ് ആണ്. അപ്പോ 99% പറഞ്ഞ പിന്നെ വേറെ ഒന്നും പറയണ്ട. അപ്പൊ അതിനു വേണ്ടി ഈ കലിയുഗത്തിലെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ഹരിനാമില് വളരെ വളരെ മഹത്വമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മളുടെ ഭഗവത്ഗീതയിലെ 9th ചാപ്റ്റർ 9ാമത് അധ്യായത്തില് ഭഗവാൻ പറഞ്ഞു സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രത നമസ്യന്തശ്ച മാം ഭക്ത്യ നിത്യയുക്ത ഉപാസത്തെ. അപ്പോ ഭഗവാൻ അർജുനടുത്ത് പറഞ്ഞുണ്ട് ഈ എന്റെ ഭക്തരുടെ മെയിൻ ക്വാളിറ്റി എന്താ? സതതം കീർത്തയന്തോ മാം. എന്റെ ഭക്തർ റെഗുലർ ആയിട്ട്, സതതം പറഞ്ഞ 24 മണിക്കൂർ ജയിച്ചുകൊണ്ടിരിക്കുന്നു. കീർത്തനീയ സദാഹരി, അതാണ് ആക്ച്വൽ ആയിട്ട് സ്റ്റാൻഡേർഡ് 24 hours. പക്ഷേ നമ്മൾ ആ ലെവലിൽ ഇല്ല. അപ്പൊ അതിനു വേണ്ടി മുൻപേ ഗൗഡിയ വൈഷ്ണവ പരമ്പരയിലെ ആൾക്കാരനെ വേണ്ടി ജയിക്കാൻ വേണ്ടി 64 റൗണ്ട്സ് ആയിരുന്നു. പ്രഭുപാദ് ഫസ്റ്റ് ടൈം അമേരിക്ക പോകുമ്പോ അവിടെ ഫോറിനേഴ്സ് ഡിവോട്ടി പുതിയ ആൾക്കാരാ ഇസ്കോൺ എടുത്ത് ജോയിൻ ആയി. അപ്പോ ആ സമയത്തില് പ്രഭുപാദ് പറഞ്ഞു ദീക്ഷന് വേണ്ടി എല്ലാരും 64 റൗണ്ട് ജപം ചെയ്യണം. ആ ആൾക്കാർക്ക് ഭയങ്കര പേടിയായി. സ്വാമിജി 64 റൗണ്ട്സ് 66 മല ജപം നോട്ട് പോസിബിൾ. പിന്നെ സ്വാമിജി പറഞ്ഞു 32 റൗണ്ട്. 32 റൗണ്ട്സ് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ. അത് ചെയ്യാൻ പാടില്ല, ഞങ്ങള് വളരെ ബിസിയാണ്. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് പറഞ്ഞു 16 റൗണ്ട്സ് ആൻഡ് നോ ലെസ്. അപ്പോ 16 മല മിനിമം നമ്മൾ ചെയ്യണം. അത് ഗ്രാജുവലി നമ്മൾ പുതിയ ആൾക്കാർ ഉണ്ടെങ്കിൽ നമ്മൾ 2 മാല ജപം, അത് കഴിഞ്ഞിട്ട് 4, 8 മാല, അങ്ങനെ സ്ലോലി നമ്മൾ അങ്ങനെ ഇൻക്രീസ് ചെയ്യാം. എന്നാൽ മെയിൻ പ്രിൻസിപ്പിൾ ആണ് നമ്മളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തില് എന്നിച്ചിട്ട് ഭഗവാനുടെ ഈ നാമജപം ചെയ്യണം. ഇത് ഏറ്റവും മഹത്വയുടെ കാര്യമാണ് ഭക്തിന് വേണ്ടി. ഈ കലിയുഗത്തിലെ 4 യുഗത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രത്തിലെ. കൃതോധ്യായത്തെ വിഷ്ണു ത്രേതായാം യജതോമകൈ ദ്വാപരേ പരിചര്യായാം കലൗ ദത്തരി കീർത്തനാത്. കൃതോധ്യായത്തെ വിഷ്ണു, സത്യയുഗത്തില് ഭഗവാനെ പ്രാപ്തം ചെയ്യാൻ വേണ്ടി മാർഗമായിരുന്നു വിഷ്ണു ധ്യാൻ ചെയ്യണം. അപ്പോ സത്യയുഗത്തിലെ ആൾക്കാരുടെ ആയു ആയിരുന്നു 1 ലക്ഷം 1 lakh ഇയേഴ്സ്.
അതാണ് ആൾക്കാരുടെ ആയുവായിരുന്നു. അപ്പൊ ആ സമയത്തില് അങ്ങനെ ഇരുന്നിട്ട് മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതായിരുന്നു യുഗധർമ്മം സതിയുഗത്തില്. അത് കഴിഞ്ഞിട്ട് അടുത്ത യുഗം വന്നു, ത്രേതായുഗം. കൃതോ ധ്യായത്തെ വിഷ്ണു ത്രേതായാം യജത്തോ മകൈ. ത്രേതായുഗത്തില് ഭഗവാനിനെ കാണാൻ വേണ്ടി, ഭഗവാനോടത്ത് സംസാരിക്കാൻ വേണ്ടി എന്തായിരുന്നു യുഗധർമ്മ? യജത്തോ മകൈ. യജ്ഞകുണ്ഡത്തില് ഇന്ദ്രായ സ്വാഹ, ചന്ദ്രായ സ്വാഹ, വരുണായ സ്വാഹ. അതായിരുന്നു യുഗധർമ്മം. അത് കഴിഞ്ഞിട്ട് അടുത്ത യുഗം വന്നു, ദ്വാപരെ പരിചര്യായ. ദ്വാപര യുഗത്തില് ഭഗവാനോടത്ത് സംസാരിക്കാൻ വേണ്ടി, ഭഗവാനോട് കാണാൻ വേണ്ടി എന്തായിരുന്നു? പരിചര്യായം. പരിചര്യായം പറഞ്ഞ ഭഗവാനുടെ മൂർത്തിയുടെ നമ്മള് പൂജയൊക്കെ ചെയ്യുന്ന. അത് കഴിഞ്ഞിട്ട് ഈ കലിയുഗത്തില് കലൗ ദത്ത് ഹരി കീർത്തനാഥ്. ഈ കലിയുഗത്തിലെ ഏറ്റവും സിമ്പിൾ ഫോർമുല, സിമ്പിൾ പക്ഷേ വളരെ പവർഫുൾ, വളരെ ശക്തി ഉണ്ട്. അതെന്താ? കലൗ ദത്ത് ഹരി കീർത്തനാഥ്. അതിനുവേണ്ടി ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഏവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്യത. ശാസ്ത്രത്തിലെ സംസ്കൃത ഭാഷയത്തിലെ ഒരു സംസ്കൃതിയുടെ ശബ്ദം ഒരു വശം പറഞ്ഞാൽ അത് മതിയാണ്. അപ്പോ ഹരേർ നാമ ഒരു വശം പറഞ്ഞാൽ മതിയാണ്. ഇനി ഒരു വശം പറഞ്ഞിട്ടുണ്ട്, ഹരേർ നാമ ഹരേർ നാമ രണ്ടു വശം പറഞ്ഞിട്ടുണ്ട്. ജനറലി സംസ്കൃത ശബ്ദത്തിന് ഒരു വശമാ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആണ് അർത്ഥം. രണ്ടു വശം പറഞ്ഞിട്ടുണ്ട്, ഹരേർ നാമ ഹരേർ നാമ. അത് കഴിഞ്ഞിട്ട് ഇനിയൊരു വശം പറഞ്ഞിട്ടുണ്ട്, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ. മൂന്ന് വശം പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഹരിയുടെ പേര് മാത്രം. അത് കഴിഞ്ഞിട്ട് കലോ, കലിയുഗത്തിൽ നാസ്തേവ, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. നാസ്തേവ നാസ്തേവ മൂന്ന് വശം തിരുമ്പി പറഞ്ഞിട്ടുണ്ട്. കലോ നാസ്തേവ 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 ഗതിരന്യത, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോ ഈ കലിയുഗത്തില് ഹരേ കൃഷ്ണ മഹാമന്ത്ര നമ്മള് ജപിക്കുന്ന അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മഹത്വം ആക്ടിവിറ്റിയാണ്. അപ്പോ അതിനുവേണ്ടി ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുയുടെ അവതാരത്തിൽ വന്നിട്ടുണ്ട്. 500 വർഷം മുൻപ് ഭഗവാൻ കൃഷ്ണ ചൈതന്യ മഹാപ്രഭുയുടെ അവതാരം എടുത്തു വന്നു. ഭഗവാൻ അവതാരം എടുത്തു വരുമ്പോ ഏത് സമയത്തിലാണ് അവതാരം എടുക്കണം? അപ്പോ ആ സമയത്തില് ഇത് എക്ലിപ്സ്, സോളാർ, ആ സമയത്തില് ലൂണാർ എക്ലിപ്സ്, ഇതാണ് ആ സമയത്തിലായിരുന്നു. അപ്പോ ആ സമയത്തില് എല്ലാരും കൽക്കട്ടയില് ഗംഗാ നദീനെ അവിടെ പോയിട്ട് സ്നാനം ചെയ്തിട്ട് എല്ലാരും അവിടെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപിക്കും. അപ്പോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഈ സമയത്തിലാണ് ഞാൻ അവതാരം എടുക്കാം. എല്ലാ ആൾക്കാരാ ഗംഗൈ നദിയില് ഈ ഗ്രഹണിയുടെ സമയം, അതാണ് ഗ്രഹണം ആയിരുന്നു, ചന്ദ്രഗ്രഹണമായിരുന്നു ആ സമയത്തില്. അപ്പോ ആ സമയത്തില് വളരെ ഇനോസ്പീഷ്യസ് ടൈം, അശുഭ മുഹൂർത്താണ് ഗ്രഹണം. ഗ്രഹണത്തിലെ സമയത്ത് ആരും നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മളുടെ വീടിന്റെ ഓപ്പണിംഗ് ഇല്ലെങ്കിൽ ഓഫീസിന്റെ ഓപ്പണിംഗ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഗ്രഹത്തിന് സമയത്തിൽ ആരും ചെയ്യുന്നില്ല. ആ വളരെ ഒരു അശുഭ സമയമാണ്. പക്ഷെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാൻ ഈ സമയത്തില് ഞാൻ വരും. എന്താ? അശുഭ സമയം ഉണ്ടെങ്കിൽ എല്ലാരും ആൾക്കാർ ആ ഹരിനാമം ജപിക്കുന്നുണ്ട് മാക്സിമം ആ സമയത്തില്. അപ്പോ ആ അശുഭ സമയമില്ല. അപ്പോ ഞാൻ ആ സമയത്തില് അവതാരം എടുക്കാൻ വേണ്ടി ഞാൻ അത് ഡിസൈഡ് ചെയ്യും. അപ്പോ 500 വർഷം മുൻപ് 1486 ആ സമയത്തിലെ ചൈതന്യ മഹാപ്രഭു അവതാരം എടുത്തു. എന്തിനു വേണ്ടി? എല്ലാരും ആൾക്കാരാ ഹരേ കൃഷ്ണ മഹാമന്ത്രയുടെ ജപം ചെയ്യേണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു ഇവിടെ ലീലാല നമ്മൾ നോക്കുമ്പോ ചൈതന്യ മഹാപ്രഭു ചെറിയ
ഒരു സ്മോൾ ചൈൽഡായിട്ട് ഇരിക്കുമ്പോൾ ആ സമയത്തിൽ എപ്പോഴും കരയും ചൈതന്യ മഹാപ്രഭു. അപ്പോൾ എല്ലാവരും ആൾക്കാരാ, വീട്ടിലെ ആൾക്കാരാ, നെയ്ബേഴ്സ് എല്ലാവരും വരുന്നുണ്ട് ആ സമയത്തിൽ. വന്നിട്ട് ചൈതന്യ മഹാപ്രഭുക്ക് ഇത് കൊടുക്കും. പക്ഷേ ആ കൊച്ച് കരഞ്ഞോണ്ടിരിക്കുന്നു. എന്താ ഈ എന്തിനെ കൊച്ചു കരയുന്നത്, എന്താ ചെയ്യണം? അപ്പോൾ എല്ലാവരും കഴിഞ്ഞിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രയുടെ കീർത്തൻ ചെയ്യും. ആ സമയത്തിൽ ചൈതന്യ മഹാപ്രഭു നല്ല ശാന്തായിട്ട് ഇരിക്കും, ചിരിച്ചോണ്ടിരിക്കും ചൈതന്യ മഹാപ്രഭു. അത് കഴിഞ്ഞിട്ട് മഹാമന്ത്രം നിർത്തി കഴിഞ്ഞിട്ട് തിരിച്ച് കരയാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു കൊച്ചി ഇരിക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും ആൾക്കാരുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാൻ വേണ്ടി അങ്ങനെ കരയും. ആൾക്കാരോടത്ത് പറയും നിങ്ങൾ മഹാമന്ത്രം ചെയ്യണം. അപ്പോ ഭഗവാൻ സ്വയം ചൈതന്യ മഹാപ്രഭുയുടെ ജീവനത്തിൽ നമ്മൾ നോക്കിയെങ്കിൽ അവതാരം എടുക്കുമ്പോ ചെറിയ കൊച്ചാവുമ്പോ അത് കഴിഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്തു. ഓൾ ഓവർ ദ വേൾഡ് എല്ലായിടത്തിനും പോയി ചൈതന്യ മഹാപ്രഭു ഓൾ ഓവർ ഇന്ത്യ ആ സമയത്തിൽ പോയിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രയുടെ പ്രചാരം ചൈതന്യ മഹാപ്രഭു ചെയ്തു. അപ്പൊ ചൈതന്യ മഹാപ്രഭു ബുക്സ് എഴുതിയില്ല. ഏതിനാ? ചൈതന്യ മഹാപ്രഭുയുടെ ഡിസൈപ്പിൾസ്, ശിഷ്യം, 6 ഗോസ്വാമീസ്, രൂപ ഗോസ്വാമി, സനാതൻ ഗോസ്വാമി, ഗോപാൽ ഭട്ട ഗോസ്വാമി, രഘുനാഥ് ഭട്ട ഗോസ്വാമി, രഘുനാഥ് ദാസ് ഗോസ്വാമി, ജീവ ഗോസ്വാമി. ആ ഗോസ്വാമിയുടെ പറഞ്ഞു നിങ്ങൾ പുസ്തകം എഴുതണം ഭക്തിന് വേണ്ടി. ചൈതന്യ മഹാപ്രഭു മാത്രം 8 ശ്ലോകം തന്നിട്ടുണ്ട്. അതാണ് ശിക്ഷാഷ്ടകം. ആ ശിക്ഷാഷ്ടകമില് നമ്മള് ഫസ്റ്റ് ശ്ലോകം എന്താ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു? ചേതോ ദർപ്പണമാർജനം ഭവ മഹാദാവാഗ്നി നിർവാപണം ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുദിവർധനം പ്രതിപദം പൂർണാമൃതാസ്വാദനം സർവാത്മസ്നപനം പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം. പരം വിജയത്തെ, ഏറ്റവും വിജയം കൊടുക്കുന്ന ഈ കലിയുഗത്തിലാണ് ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഭഗവാനുടെ നാമജപമാണ് ഏറ്റവും പവർഫുൾ. അപ്പോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു ചേതോ ദർപ്പണ മാർജനം. ഫസ്റ്റ് ബെനിഫിറ്റ് ഹരിനാമയുടെ ജപം ചെയ്യെങ്കിൽ എന്താ കിട്ടും? നമ്മളുടെ ഹൃദയത്തിന് ദർപ്പണ മാർജനം, നമ്മളെ ഹൃദയത്തിൽ എല്ലാ അശുദ്ധങ്ങള് അത് ഫുള്ളായിട്ട് ക്ലീൻ ആവും. ചേതോ ദർപ്പണ മാർജനം, അതാണ് ഫസ്റ്റ്. അപ്പോ ഉദാഹരണം കൊടുക്കുന്നുണ്ട്. നമ്മള് ഒരു മിറർ അതിന് ഫ്രണ്ടില് വരുമ്പോ ആ മിററില് ഫുള്ളായിട്ട് ഡേർട്ട് ഉണ്ട്. അപ്പോ നമ്മളാ കാണാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ മിറർ അത് നല്ലായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കാണാം ഇതുണ്ട്. അപ്പൊ അതിനു വേണ്ടി സെയിം വേ നമ്മളുടെ ഹൃദയത്തിന് എല്ലാ അശുദ്ധമുണ്ട്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സർ. എത്ര കൊല്ലമായി, എത്ര ജന്മമായി നമ്മളുടെ ഹൃദയയുടെ ഇത് ക്ലീൻ ചെയ്തില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് ചേതോ ദർപ്പണ മാർജനം. ഹരിനാം ജപം നമ്മൾ എത്ര ചെയ്യുന്നുണ്ടോ, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ജപം ചെയ്യണം ക്വാളിറ്റി ആയിട്ട്, അത് ഇമ്പോർട്ടൻ്റ്. ജപം ചെയ്യുന്ന സമയത്തില് നമ്മളുടെ ഫുൾ ഫോക്കസ്, നമ്മളുടെ ഫുള്ള് ലക്ഷ്യമാണ് മഹാമന്ത്രം എങ്ങനെ നമ്മൾ പറയുന്നുണ്ട്, എങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട്, അതിലാണ് ഫുൾ ഫോക്കസ്. ഇവിടെ അവിടെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പാടില്ല. ജപം പറഞ്ഞ അത് വന്നിട്ട് ഡയറക്റ്റ് ഒരു കണക്ഷൻ. കലികാലേ നാമരൂപേ കൃഷ്ണ അവതാർ. നമ്മൾ ജപം ചെയ്യുമ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് ആ സമയത്തിൽ ഡയറക്റ്റ് ഭഗവാൻ കൃഷ്ണ അവിടെ വരുന്നുണ്ട്. അപ്പോ കൃഷ്ണൻ വരുമ്പോൾ നമ്മള് ഇവിടെ അവിടെ നോക്കുന്നു, ഇവിടെ സംസാരിക്കുന്നു, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോ ക്വാളിറ്റി ചാൻറ്റിങ് ചെയ്യുമ്പോൾ എക്സ്ക്ലൂസീവ് ഫോക്കസ് നമ്മളുടെ മഹാമന്ത്രം എങ്ങനെ നമ്മൾ പറയുന്നുണ്ട്, എങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട്.
ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരിയായിട്ട് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മഹാമന്ത്രത്തിന്റെ ഫുൾ ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടും. അപ്പൊ അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്, ചേതോ ദർപ്പണ മാർജനം. അപ്പൊ അങ്ങനെ 7 ബെനിഫിറ്റ്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ബെനിഫിറ്റ് ആണ് ഭവ മഹാദാവാഗ്നി നിർവാപണം. ഭവദവ മഹാദാവാഗ്നി പറഞ്ഞ ഈ സംസാരം നമ്മളെ മംഗളാർത്തിയില് ഡെയിലി പാടുന്നുണ്ട് രാവിലെ 4:30 മണിക്ക്. എന്താ? സംസാര ദാവ നലലീട ലോക. ഈ ഭൂലോകം, ഈ ഭൗതിക ജഗതം പറഞ്ഞ ഒരു തീ, അങ്ങനെയാണ് ഫോറസ്റ്റ് ഫയർ ഓഫ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഹരിനാമ ജപം ചെയ്യുമ്പോ മഹാദാവാഗ്നി നിർവാപണം, ഈ സംസാര രൂപി തീ ഫയർ അത് ഫുള്ളായിട്ട് ക്ലിയർ ആകുന്നുണ്ട്. അങ്ങനെയാണ് സെക്കൻഡ് ബെനിഫിറ്റ്. മൂന്നാമത് വന്നിട്ട് ശ്രേയ കൈരവ ചന്ദ്രിക വിതരണം. അപ്പോ അതിന് ഒരു കമൽ, ലോട്ടസിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കൃഷ്ണയുടെ എന്താ ഒരു റിലേഷൻ ആണ്, എന്താ സംബന്ധമാണ്, അത് നമ്മൾ എത്ര ഹരിനാം ജപം ചെയ്യുമോ അത്ര എങ്ങനെ ഒരു കമൽ സ്ലോലി അങ്ങനെ ഓപ്പൺ ആവുന്നുണ്ട്. ചന്ദ്രമയുടെ കിരണം വരുമ്പോ ആ കമൽ ഓപ്പൺ ആവും. അപ്പൊ ആ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ശ്രേയ കൈരവ ചന്ദ്രിക വിതരണം, അതാണ് മൂന്നാമത് ബെനിഫിറ്റ്. ഫോർത്ത്, വിദ്യാവധു ജീവനം. വിദ്യാവധു ഹരിനാമ ജപം ചെയ്യെങ്കിൽ ശാസ്ത്രത്തിന് എല്ലാ ജ്ഞാനം നമുക്ക് കിട്ടും. ശാസ്ത്രം ആരെങ്കിലും പറയും എനിക്ക് ഈ സംസ്കൃത് അത്ര നല്ലായിട്ട് അറിയില്ല, ഞാൻ സ്കൂളിൽ പോയി പഠിച്ചില്ല, എനിക്ക് ശാസ്ത്രം ഒന്നും അറിയില്ല, ഗീതാലെ എന്താ ഉണ്ട് എനിക്ക് അറിയില്ല, ഭാഗവതത്തിലെ എന്താ എഴുതിയിട്ടുണ്ട് എനിക്ക് വായിക്കാം അതില്ല. അപ്പോ എല്ലാ ശാസ്ത്രത്തിന്റെ എസൻസ്, അതാണ് മെയിൻ ശാസ്ത്രയുടെ സാർ, എസെൻസ്. അപ്പോ വിദ്യാവധു ജീവനം. ആര് ഹരിനാമയുടെ ജപം നല്ലായിട്ട് ചെയ്യും, ഫുൾ വിദ്യ, എല്ലാ നോളജ് ശാസ്ത്രത്തിന് കിട്ടും. അപ്പോ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിയുടെ ഗുരു ആയിരുന്നു ഗൗർ കിഷോർദാസ് ബാബാജി മഹാരാജ്. ആ പുള്ളിയുടെ പേര് എഴുതാൻ അറിയില്ല, ഫുൾ ആയിട്ട് ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. പക്ഷേ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ സിംഹഗുരു, അത് ഫുൾ സ്കോളർ ആയിരുന്നു, വളരെ ഒരു വിദ്വാനം. ആ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഗൗർ കിഷോർദാസ് ബാബാജി കൊടുത്ത് എനിക്ക് ദീക്ഷ കൊടുക്കണം നിങ്ങൾ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നു. ഗൗർ കിഷോർദാസ് ബാബാജി പറഞ്ഞാട്ട ഒരു ഇല്ലിറ്ററേറ്റ്, പക്ഷേ ഹരിനാമ ജപത്തില് ഫുൾ ആയിട്ട് ഇതായിരുന്നു. അപ്പോ എന്താ ശാസ്ത്രത്തിന് ഫുൾ നോളേജ് ഗൗർ കിഷോർ ബാബാജിക്ക് മഹാരാജ്ക്ക് അറിയാം. അതാണ് ഹരിനാമയുടെ ശക്തി, വിദ്യാവധു ജീവനം. അഞ്ചാമത്തെ ബെനിഫിറ്റ് ആനന്ദം ബുദ്ധിവർദ്ധനം. പ്രതിപദം പൂർണ്ണ അമൃത സാസ്വദനം. ആനന്ദം അമ്പുദ്ധി വർദ്ധനം. ഹരിനാമയുടെ ജപം ചെയ്യെങ്കിൽ ആനന്ദം അമ്പുദ്ധി വർദ്ധനം. ആനന്ദം കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ആയിട്ട് ഇരിക്കും. ഒരു ലെവൽ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവൽ, അത് കഴിഞ്ഞിട്ട് തേർഡ് ലെവൽ. ആനന്ദം അമ്പുദ്ധി വർദ്ധനം, കണ്ടിന്യൂസ് ആയിട്ട് ആനന്ദം അങ്ങനെ ഇൻക്രീസ് ആവും. അത് കഴിഞ്ഞിട്ട് പ്രതിപദം പൂർണ്ണ അമൃത ആസ്വാദനം. പ്രതിപദം പറഞ്ഞ ഓരോരോ സെക്കൻഡില് പൂർണ്ണ അമൃതം. നമ്മൾ എങ്ങനെ ഒരു അമൃതം കഴിച്ചെങ്കിൽ എങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടും, അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഓൾ ടുഗെദർ. അപ്പോൾ ഹരിനാം നല്ലായിട്ട് ജപം ചെയ്യെങ്കിൽ പ്രതിപദം ഓരോരോ ക്ഷണത്തില് ഫുൾ അമൃതം ഇടത്തോടെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ലാസ്റ്റ് ബെനിഫിറ്റ് എന്താ? സർവാത്മ സ്നപനം. സ്നപനം, സ്നപനം പറഞ്ഞ ഹിന്ദിയിലെ പറയും സ്നാൻ. സ്നാൻ പറഞ്ഞ ഫുൾ ആയിട്ട് നമ്മൾ വെള്ളം പോട്ടായിട്ട് ഈ ശരീരത്തിലെ എന്താ ഒരു മലമുണ്ട് അത് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതേമാതിരി സർവാത്മ സ്നപനം, ഇറ്റ്സ് ലൈക്ക് ബേതിങ് ദ സോൾ. ആത്മാവിനെ വേണ്ടി ഫുൾ ആയിട്ട് നമ്മൾ സ്നാനം ചെയ്യുന്നുണ്ട്. അതാണ് പരം വിജയത്തെ
ശ്രീകൃഷ്ണ സങ്കീർത്തനം. അതിനുവേണ്ടി ചൈതന്യ മഹാപ്രഭു ഈ ഫസ്റ്റ് ശ്ലോകത്തിലെ ശിക്ഷാഷ്ടകമില് 7 ബെനിഫിറ്റ്, 7 ബെനിഫിറ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.